എൻ.എം. വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഓഡിയോ സംഭാഷണം പുറത്ത്. എൻ.എം. വിജയന്റെ കുടുംബവുമായി നടത്തിയ ഓഡിയോ സംഭാഷണമാണ് പുറത്തായത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കൊണ്ടൊരു കാര്യവുമില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. ആത്മഹത്യയുടെ ഉത്തരവാദിത്വം IC ബാലകൃഷ്ണനാണെന്നും ശബ്ദരേഖ. തിരുവഞ്ചൂരിന്റെ ശബ്ദരേഖ കൈരളി ന്യൂസ് പുറത്തുവിടുന്നു. എൻ.എം. വിജയന്റെ കുടുംബവും മരണത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് KPCC എൻ.എം. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഏൽപ്പിച്ച അന്വേഷണ കമ്മീഷൻ ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പത്മജിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തുവരുന്നത്. കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്കെതിരെ ശക്തമായി പത്മജിയോട് പറയുന്ന സംഭാഷണമാണിത്. വിജയന്റെ കുടുംബം നൽകിയ പരാതി സത്യസന്ധമാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. കോൺഗ്രസ് പാർട്ടിക്കെതിരെ ശക്തമായ ഭാഷയിൽ തിരുവഞ്ചൂർ പ്രതികരിക്കുന്നുമുണ്ട്. സണ്ണി ജോസഫിനോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ശബ്ദരേഖ. ഒരു കാര്യം പറയാം, എനിക്ക് ഈ ഒളിച്ചുകളി ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണികളൊന്നും ഞാൻ യോജിക്കില്ല. കൂടെയുള്ളവനായാലും ഇതിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ തുക അവിടെ തന്നെ പോയി, തുകയുടെ ഇതിനെ പറഞ്ഞ് അവിടുന്ന് പോയി ശാന്തമായി ഞാൻ തുക എത്രയാണെന്ന് തീരുമാനിച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആ തീരുമാനിച്ചതൊക്കെ അത് പറഞ്ഞിട്ട് വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയവർക്ക് അതിനൊരു ബാധ്യതയില്ല. ഇവരെടുക്കുന്ന നിലപാടിനോട് ഒരു യോജിപ്പില്ലാത്ത ആളാണ്. നിങ്ങൾ പറയുന്നത് 100% എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആണ് ഞാൻ ലാസ്റ്റ് മീഡിയയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എഗ്രിമെന്റ് എഴുതിയ സാധനം അവര് നമ്മളറിയാതെ കക്കു തന്നെയത് എടുക്കരുതെന്ന് സിദ്ദീഖ് പറഞ്ഞതുകൊണ്ട്. അതെനിക്കറിയില്ലെന്നും നിങ്ങളെ കാണുന്നുണ്ടെന്നാണ് അനിൽകുമാർ പറഞ്ഞതെന്നുമാണ് തിരുവഞ്ചൂർ നൽകുന്ന മറുപടി. സിദ്ദീഖിനെ കുറിച്ചും തിരുവഞ്ചൂർ പറയുന്നത് രൂക്ഷമായ വാക്കുകളിലാണ്. ശാന്തമായി തുക നൽകേണ്ടതായിരുന്നു. സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത് നടപ്പിലാക്കാനാണ്, ചതിക്കാനല്ല എന്നും തിരുവഞ്ചൂർ കുടുംബത്തോട് പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പത്മജിയോട് തിരുവഞ്ചൂർ പ്രതികരിച്ചത്. എൻ.എം. വിജയന്റെ കുടുംബത്തോട് നീതി പുലർത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് ആയിട്ടില്ല എന്നുള്ളത് തിരുവഞ്ചൂരിന്റെ ഫോൺ ശബ്ദരേഖയിൽ വ്യക്തമാണ്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പ്രതിഷേധവും കൃത്യമായി തിരുവഞ്ചൂർ ഈ ശബ്ദരേഖയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും സണ്ണി ജോസഫും സിദ്ദീഖും എൻ.എം. വിജയന്റെ കുടുംബത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയനാട് നിന്നും PV ജോഷില.